Hi all, today we are starting with a new subject, electromagnetic theory. We will start a new subject, electromagnetic theory. Okay. Electromagnetic theory, GATE exam, electrical students, electronic students, important subject. We will learn electromagnetic theory. Okay. Okay. So, EMT or electromagnetic theory is considered as one of the core subject of GATE examinations for electronics and electrical branches. രണ്ട് ബ്രാഞ്ചുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. കാരണം രണ്ട് ബ്രാഞ്ചിലെ സ്റ്റുഡൻസിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നമ്മളൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നേ അതെന്താണ് ആ സബ്ജക്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് സബ്ജക്റ്റ് ഓർ വാട്ട് ഡസ് ദാറ്റ് സബ്ജക്റ്റ് ഗീവ്സ്. ഓക്കെ, അതെന്താണ് നമുക്ക് ആദ്യമേ അറിയണം. നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ, സോ ഇലക്ട്രോമാഗ്നറ്റിക്സ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് interaction of field that is generated by time varying charge distributions and currents. Adana electromagnetics in definition. It is a study of interaction of fields generated by time varying charge distributions and current. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് മീൻ ബൈ എ ഫീൽഡ്, എന്താണ് ഫീൽഡ്, ദെൻ ഹൗ ദിസ് ഫീൽഡ് ഈസ് ജനറേറ്റഡ്, then how these fields are getting interacted, എങ്ങനെയാണ് ഫീൽഡുകൾ ജനറേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ മൊത്തം പഠിക്കുന്നത്. ഈ സബ്ജക്റ്റ് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഫീൽഡ്, ഹൗ ദിസ് ഫീൽഡ് ഈസ് ഗെറ്റിംഗ് ജനറേറ്റഡ് ബൈ ദിസ് ടൈം വേരിയിങ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കറന്റ് ആൻഡ് ഹൗ ദീസ് ആർ ഗെറ്റിംഗ് ഇൻറ്ററാക്റ്റഡ്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ പഠിക്കുന്നത്. ഓക്കെ, നൗ ഒരു സ്കോട്ടിഷ് സയൻറ്റിസ്റ്റ് ഉണ്ട് ആൻഡ് മാത്തമാറ്റീഷ്യൻ, ദറ്റ് ഈസ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. So he brought the correlation between electricity and magnetism for the first time using an equation called as a Maxwell's equation. So James Clerk Maxwell എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, and that relation is called as a Maxwell's equation. So in Maxwell's equation ആണ് എന്ത് പറയുന്നത്, Maxwell's equation is considered as one of the backbone of electromagnetism, or we can say Maxwell's equation is the backbone of all wireless communication. നമ്മുടെ എല്ലാ വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയാണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലെ Maxwell's equation ആണ് ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള മെയിൻ ഇക്വേഷൻസ് കൊണ്ടുവന്നത് മാക്സ്വെൽ ആണ്. ആൻഡ് ഇക്വേഷനെ പറയുന്നതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, നമ്മളിനി പോകുന്നത് ഇതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഗേറ്റിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഇലക്ട്രോണിക്സിൻ്റെ സിലബസും ഇലക്ട്രിക്കലിൻ്റെ സിലബസും നോക്കാം. നമുക്ക് ആദ്യമേ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് നോക്കാം. സോ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഞാൻ പറഞ്ഞു മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് എന്ത്, ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഓക്കെ, സോ മാക്സ്വെൽസ് ഇക്വേഷൻ 4 മാക്സ്വെൽസ് ഇക്വേഷൻ ആണുള്ളത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. മാക്സ്വെൽസ് ഇക്വേഷന് 2 ഫോമുകളുണ്ട്, ഡിഫറൻഷ്യൽ ഫോം ആൻഡ് ഇൻ്റഗ്രൽ ഫോം. ഓക്കെ, ഡിഫറൻഷ്യൽ ഫോം ആൻഡ് ഇൻ്റഗ്രൽ ഫോം ആൻഡ് ദെയർ ഇൻ്റർപ്രിട്ടേഷൻ. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ്, നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്ന ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ദെൻ വേവ് ഇക്വേഷൻസ്, പോയിൻറ്റിമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനായിട്ട് ഗേറ്റിൻ്റെ സിലബസിൽ കൊടുത്തേക്കുന്നത്. സെക്കൻഡ് ടോപ്പിക്ക് പറഞ്ഞേക്കുന്ന പ്ലെയിൻ വേവ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. പ്ലെയിൻ വേവ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ആൻഡ് അതിനകത്ത് വരുന്നതാണ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ദ പ്ലെയിൻ വേവ് അറ്റ് നോർമൽ ഇൻസിഡൻസ്, അറ്റ് ഒബ്ലീക്ക് ഇൻസിഡൻസ്. നിങ്ങൾ ബിടെക് സിലബസ് പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ദെൻ പോളറൈസേഷൻ, ദെൻ ഫേസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി, പ്രൊപ്പഗേഷൻ ത്രൂ വേരിയസ് മീഡിയ, ദെൻ സ്കിൻ ഡെപ്ത്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ദെൻ അടുത്ത സെറ്റ് വരുന്ന ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ്, ദാറ്റ് ഈസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇക്വേഷൻസ്. ദെൻ its characteristic impedance, then impedance matching methods, then impedance transformation, S parameters, Smith chart. ഇത്തരം കാര്യങ്ങളാണ് ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് സിലബസിൽ കൊടുത്തേക്കുന്നത്. ദെൻ വേവ് ഗൈഡ്സ് 2 ടൈപ്പ് ഉണ്ട്, റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ വേവ് ഗൈഡ്സ്, അതാണ് നമ്മുടെ സിലബസിലുള്ളത്. ദെൻ ലൈറ്റ് പ്രൊപ്പഗേഷൻ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ്, ദെൻ ആൻറ്റനാസിൽ വരുന്ന ഡൈപോൾ, മോണോപോൾ ആൻറ്റന, ദെൻ ലീനിയർ ആൻറ്റന അറേസ്. ആൻറ്റന തിയറിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക്സിലാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഗേറ്റിൻ്റെ സിലബസിൽ ഇലക്ട്രോണിക്സിൻ്റെ സിലബസാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത്. ഇലക്ട്രോണിക്സിൻ്റെ സിലബസാണ്, ഈസിയുടെ സിലബസാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ അതിലുള്ളത് മാക്സ്വെൽസ് ഇക്വേഷൻ, പ്ലെയിൻ വേവ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, ദെൻ ട്രാൻസ്മിഷൻ ലൈൻസ്, ദെൻ വേവ് ഗൈഡ്സ്, റെക്ടാങ്കുലർ ആൻഡ് സർക്കുലർ വേവ് ഗൈഡ്സ്. ഓക്കെ, ഇതാണ് ഈസിയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ഗേറ്റിൻ്റെ സിലബസ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ കാണും. ഇനി ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ
ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്റ്റുഡൻസിന് ഈ സിലബസിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബേസിക് റിലേഷൻസ് എല്ലാം നമ്മൾ പഠിക്കണം. ദർ ഈസ് കൂളംസ് ലോ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഗോസ് ലോ, ഡൈവർജൻസ് തിയറം, ലൈക്ക് ദറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക്കലുകാർക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ ഇലക്ട്രോണിക്സുകാർക്കും പഠിക്കേണ്ടത് തന്നെയാണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ലൈൻ, പ്ലെയിൻ ആൻഡ് സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ effect on dielectric medium, capacitance of simple configurations, then Biot-Savart's law, Ampere's law, curl, Faraday's law, Lorentz force, then inductance, then MMF, magnetomotive force, then we have the reluctance, then magnetic circuits, then self and mutual inductance of simple configurations. ഇത്തരം കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ സിലബസ്. സോ ഇതെല്ലാം നമ്മൾ ഇലക്ട്രോണിക്സുകാർക്കും പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സുകാർക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതാണ് ട്രിപ്പിളിയുടെ സിലബസ് എന്ന് പറയുന്നത്. സോ EMT, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ പ്രൈം സബ്ജക്ട് ഫോർ EC ആൻഡ് ട്രിപ്പിളി കാൻഡിഡേറ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് നമ്മൾ ഒരുപാട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യും, ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യും, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എക്സാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ISRO, DRDO, NTPC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ എക്സാം നടത്തിയാണ് അവിടെ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള എക്സാമുകൾക്കെല്ലാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന് EMT അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്കൊരു ആവറേജ് പറയുകയാണ്, നമ്മൾ ഇതുവരെയുള്ള കണ്ടതിൽ വെച്ചിട്ട്, പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് EMT അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിന്നും 8 to 10% വെയിറ്റേജ് ഉണ്ടാവും. ടോട്ടൽ മാർക്സിലെ 8 to 10% ക്വസ്റ്റ്യൻസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം എക്സൽ ചെയ്യാൻ പറ്റും. ഈ എക്സാമുകളെല്ലാം എക്സൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് ദിസ് 8 to 10% വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു കോർ സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനും ഇലക്ട്രോണിക് സ്റ്റുഡൻസിനും ഈ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഒരു കോർ സബ്ജക്റ്റാണ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് examinations. Okay, so it becomes essential to prepare properly for EMT starting from the basics. ഇത് very important ആണ്. ബേസിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകണം. കാരണം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇക്വേഷൻസ് നമുക്ക് അതിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോവുക. അത് നന്നായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ബിടെക് ബിടെക്കിന് പഠിക്കുന്ന സബ്ജക്റ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ KTU പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ബൈ മാത്യു N.O. സാദിക്കു, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക്സ് ബൈ ജോൺ ഡി ക്രോസ്. ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് മെയിനായിട്ട്. ഈ രണ്ട് മാത്യു N.O. സാദിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഇതിൽ ബേസിക്സ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ വൺസ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെറ്റീരിയലിൽ നമുക്ക് ഗേറ്റിനുള്ള ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കിട്ടും. ബേസിക് കൺസെപ്റ്റ് എല്ലാം ഈ ടെക്സ്റ്റ് ബുക്കിൽ മാത്യു N.O. സാധിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആകാം നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത്. ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കേണ്ടത് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ്. സോ ഇതൊരു 8 വർഷത്തെ ഒരു ആവറേജ് ആണ് പറഞ്ഞേക്കുന്നത്. 8 വർഷത്തെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 2.5 മാർക്സിനുള്ള ആവറേജ് പെർസെൻറ്റേജ് മാർക്കാണ് കൊടുത്തത്. 2.5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന് EMTയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ഫോർ ഗേറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ഇനി കമ്മിങ് ടു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ ഒരു 8 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ആവറേജ് പെർസെൻറ്റേജ് മാർക്ക് എന്നൊരു 8.5 മാർക്കാണ്. അതായത് 8.5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്നും വരുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് വരുന്നുണ്ട്. 8.5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഗേറ്റിന് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കത് മനസ്സിലാക്കാം. ഇത്രയും മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഗേറ്റ് എക്സാം പഠിക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സ് നന്നായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ഗേറ്റിന് നല്ലൊരു സ്കോർ കിട്ടും. ഗേറ്റിന് നല്ലൊരു സ്കോർ കിട്ടിയാൽ നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടും. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ, നല്ല സ്കോർ ഉണ്ടെങ്കിലേ അഡ്മിഷൻ കിട്ടാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ പബ്ലിക് സെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് ഗേറ്റ് സ്കോർ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ച് പോവുക. ഓക്കെ, ഇത് നമ്മളൊരു ലാസ്റ്റ് ഒരു 4 ഇയേഴ്സിലെ ഗേറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
ഗേറ്റ് 2021 ഒരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന് ക്വസ്റ്റ്യൻ 2021 ഗേറ്റ് എക്സാമിന് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചേക്കുന്ന ടോപ്പിക് ഇതൊക്കെയാണ്: ഇൻഫിനിറ്റെസിമലി സ്മോൾ ഡൈപോൾ, ദെൻ വോളിയം ഇൻ്റഗ്രൽ, ബേസിക്സ് ആണ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോ കാൽക്കുലസിൽ വരുന്നതാണ് വോളിയം ഇൻ്റഗ്രലൊക്കെ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ എസ് പാരാമീറ്റർ ലൈക്ക് S11, S21, S22, S12 ലൈക്ക് ദാറ്റ്. ദെൻ വെക്ടർ അനാലിസിസ്, ദെൻ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് 2021 ഗേറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ 2020 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗേറ്റ് 2020 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഇവിടെ നിന്നാണ് ആൻറ്റന തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദെൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ വേവ് ഗൈഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ 2019 8 മാർക്കിന് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്ന സ്മിത്ത് ചാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വേവ് ഗൈഡിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, VSW ദാറ്റ് ഈസ് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, ദെൻ പ്ലെയിൻ വേവ്സ്, ഫൈബർ ഓപ്റ്റിക്സ്. അപ്പോൾ ഇതെല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതും ഒരു 8 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2018 വീണ്ടും 7.5 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒബ്ലിക് ഇൻസിഡൻസ്, ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ, ഒബ്ലിക് ഇൻസിഡൻസ്, വേവ് ഗൈഡ്സ്, പോളറൈസേഷൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, റഡാർസ്. ഈ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും വേവ് ഗൈഡ്സിൽ നിന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റെക്ടാങ്കുലർ വേവ് ഗൈഡ്, സർക്കുലർ വേവ് ഗൈഡ്, അതിൻ്റെയൊക്കെ കട്ട് ഓഫ് ഫ്രീക്വൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ടാവും. ദെൻ VSWR കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നുണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിന്നുണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഗേറ്റ് എക്സാമിന്. അത് നല്ലൊരു രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ അറിയാം 10 മാർക്സിന് ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിതിനെ ഒരു 9 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോൾ സിലബസിനെ നമ്മൾ ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക്സ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ദെൻ വെക്ടർ കാൽക്കുലസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക്സിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം ഓൾ ഇക്വേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദീസ് വെക്ടർ കാൽക്കുലസ് ഉള്ളി. നമുക്ക് വെക്ടർ കാൽക്കുലസ് ഒരു പ്രീ റിക്വിസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന വെക്ടർ കാൽക്കുലസ് ആണ്. നമ്മളതിൽ ഡൈവർജൻസ്, കേൾ ഇക്വേഷൻസ് ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് വെക്ടർ കാൽക്കുലസ്. അതിൽ കേൾ ഇക്വേഷൻസ്, ഡൈവർജൻസ് ഇക്വേഷൻസ്, electrostatics, what is electrostatics, what is magnetostatics, then Coulomb's law, basic law ആണ് Coulomb's law എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ വരുന്നതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സ്വെൽസ് ഇക്വേഷൻ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബാക്ക് ബോൺ ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക്സ്. ഓക്കെ, ബാക്ക് ബോൺ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ സർക്യൂട്ട് തിയറിയിൽ ലോ ഫ്രീക്വൻസി സൈഡാണ്. സർക്യൂട്ട് തിയറിയിൽ നമ്മൾ കിർച്ചോഫ്സ് ലോ ആണ് ബേസിക് ലോ ആയിട്ട് പറയുന്നത്. കിർച്ചോഫ്സ് ലോ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും സർക്യൂട്ട് തിയറിയിൽ പോകുന്നത്, അതായത് നെറ്റ്വർക്ക് തിയറിയിലൊക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വരുമ്പോൾ വേറെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഡീൽസ് വിത്ത് ഹൈ ഫ്രീക്വൻസി സെക്ഷൻ. ഓക്കെ, അവിടെ നമ്മൾ ഈ സർക്യൂട്ട് തിയറിയിലെ സർക്യൂട്ട് ലോസ് ആപ്ലിക്കബിൾ അല്ല. ലൈക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ, ദിസ് കിർച്ചോഫ്സ് ലോ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സൈഡിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാക്സ്വെൽസ് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്കതിനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ വേവ് ഇക്വേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇക്വേഷൻസ്, അതും നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്നാണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ആക്ച്വലി ഇറ്റ് വിൽ കോറിലേറ്റ് ദ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ, സോ അതൊരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു റിലേഷനാണ് മാക്സ്വെൽസ് ഇക്വേഷൻ തരുന്നത്. 4 മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട്. നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. അത് മാക്സ്വെൽസ് ഇക്വേഷനിൽ പഠിക്കും. അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് വേവ് ഇക്വേഷൻസ് പറയുന്നത്. ഒരു വേവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് വേവ് ഇക്വേഷൻ തരുന്നത്. അടുത്ത ചാപ്റ്റർ വരുന്ന വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ഡിഫറെൻറ്റ് മീഡിയ. ഡിഫറെൻറ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ ലോസി മീഡിയ ഉണ്ട്, ലോസ്ലെസ് മീഡിയ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, പ്യുവർ കണ്ടക്ടർ ഉണ്ട്, അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വേവ് പ്രൊപ്പഗേഷൻ ത്രൂ ഡിഫറെൻറ്റ് മീഡിയ. അവിടെയും ഇക്വേഷൻസ് ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ദെൻ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷനാണ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ ബൗണ്ടറി ഉണ്ടാകുന്ന എപ്പോഴാണ്, ഒരു ബൗണ്ടറി ഈസ് എ ലൈൻ സെപ്പറേറ്റിംഗ് ടു ഡിഫറെൻറ്റ് മീഡിയ. എന്ന് പറഞ്ഞാൽ 2 മീഡിയയ്ക്കും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ലൈക്ക് പെർമിറ്റിവിറ്റി, പെർമിയബിലിറ്റി. ഇതിൻ്റെ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് എന്ത്, ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ക്രോസ് ദാറ്റ് ബൗണ്ടറി.
Okay, a boundary cross ചെയ്യുമ്പോൾ this wave should satisfy certain conditions. That conditions are called as boundary conditions. Okay, അപ്പോൾ ഈ boundary conditions വെച്ചിട്ടുള്ള equations, then problems, it will be very important. It is very important for this GATE examination. Then നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ നമുക്കിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്തു, ദെൻ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഓക്കെ, ഫോർ ദാറ്റ് പർപ്പസ് വി ആർ യൂസിങ് ദിസ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ വെച്ചിട്ടാണ് ഒരു വേവിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അതിനൊരു വോൾട്ടേജ് ഇക്വേഷൻസ് ഉണ്ട്, കറണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ട്രാൻസ്മിഷൻ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ വരുന്ന സ്മിത്ത് ചാർട്ടാണ്. സ്മിത്ത് ചാർട്ട് എന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. സ്മിത്ത് ചാർട്ട് ഈസ് ആക്ച്വലി എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇറ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റിയാക്ടൻസ് സർക്കിൾ ആൻഡ് റെസിസ്റ്റൻസ് സർക്കിൾ. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, VSWR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് സ്മിത്ത് ചാർട്ട് എന്ന് പറയുന്നത്. സ്മിത്ത് ചാർട്ട് വെച്ചിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്മിത്ത് ചാർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കും. ദെൻ wave guides again, wave guides is also used for transfer of electromagnetic wave from one point to another point. Okay, wave guide നമുക്ക് രണ്ട് ടൈപ്പ് വേവ് ഗൈഡ് നമുക്ക് പഠിക്കാനുള്ള, റെക്ടാങ്കുലർ വേവ് ഗൈഡും സർക്കുലർ വേവ് ഗൈഡും. വേവ് ഗൈഡിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. കട്ട് ഓഫ് ഫ്രീക്വൻസി. വേവ് ഗൈഡ് ഈസ് ഒരു ആക്ച്വലി ഒരു ഹൈ പാസ് ഫിൽറ്റർ ആണ്. ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ നമുക്ക് വേവ് ഗൈഡിനെ പറയാൻ പറ്റും. വേവ് ഗൈഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക്കിൽ പഠിക്കും. ദെൻ ഫൈനലി ആൻറ്റനാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൻറ്റനാസ് ഈസ് യൂസ്ഡ് ഫോർ റേഡിയേറ്റിംഗ് എനർജി ഫ്രം എ സിസ്റ്റം. ഓക്കെ, ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ട് സെക്ഷൻ എപ്പോഴും എന്തുകൊണ്ട് ഒരു ആൻറ്റനാസ് ആണ്. ഓക്കെ, ആൻറ്റനയാണ് ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റേഡിയേറ്റ് ചെയ്യുന്നതാണ് ആൻറ്റന. ഒരു നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിച്ചു. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫൈനൽ എൻഡ് എന്ന് പറയുന്നത്, ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ഫൈനൽ എൻഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റന ആയിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എന്നിട്ട് റിസീവിങ് ആൻറ്റന റിസീവ് ചെയ്യും. സോ ഇലക്ട്രോമാഗ്നറ്റിക്സ് ആസ് സച്ച് നമ്മൾ പഠിക്കുന്ന ഈ ഇൻ ബിറ്റ്വീൻ ദീസ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആൻറ്റനാസ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കും. ആൻറ്റനാസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ആൻറ്റനാസ് എന്നുള്ളതൊക്കെ പഠിക്കും. ഓക്കെ, സോ ഇതാണ് ആസ് സച്ച് നമ്മുടെ ഒരു ടോപ്പിക് ഒരു ആസ് എ ഹോൾ. വി വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ, ദെൻ വിൽ ഗോ ത്രൂ ദ മാക്സ്വെൽസ് ഇക്വേഷൻ, വിൽ ഗോ ത്രൂ വേവ് ഇക്വേഷൻ, then wave propagation through different media, then boundary conditions, then transmission lines, then Smith chart, then wave guides and antennas. ഇത്രയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ ആസ് എ ഹോൾ പഠിക്കാനുള്ളത്. ഓക്കെ, for more videos related to this GATE examination questions and GATE coachings, you can subscribe to the Once Coaching channel, YouTube channel, Once Coaching YouTube channel. നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന സെഷനുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ് ക്ലാസ്. താങ്ക് യു.